ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരു മുൻപേ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ അലീനയെ സ്റ്റാൻലി തൻ്റെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതറിഞ്ഞ് സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയും മക്കളും അവരുടെ ബന്ധുക്കളും ഒരു യുദ്ധത്തിനെന്നോണം സ്റ്റാൻലിയുടെ ബംഗ്ലാവിലേക്ക് ഇരിച്ചു കയറുന്ന സംഭവബഹുലമായിട്ടുള്ള കഥയാണ് ഇന്ന് റിവ്യൂയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടക്കാം. ഒരു ഉച്ചതിരിഞ്ഞ നേരം ശാന്തമായിരുന്ന സ്റ്റാൻലിയുടെ തറവാട്ട് മുറ്റത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ലക്ഷറി കാർ വന്ന് നിൽക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് മറ്റാരുമല്ല, സ്റ്റാൻലിയുടെ മൂത്ത മകൾ ഡാനിയ മോളും ഭാര്യ എൽസമ്മയുടെ സഹോദരിയായ റീത്താമ്മയുമാണ്. ഇവരെ കണ്ടതും കാര്യസ്ഥൻ ആൻ്റപ്പൻ ഭയന്ന് വിറച്ച് ഓടി സ്റ്റാൻലിയുടെ റൂമിലെത്തുന്നുണ്ട്. സോഫയിൽ മദ്യക്കുപ്പികൾക്ക് നടുവിൽ തൻ്റെ പ്രിയപ്പെട്ട നായ്ക്കളാൽ ചുറ്റപ്പെട്ട് ഇരിക്കുകയായിരുന്നു കേണൽ സ്റ്റാൻലി. കേണൽ സാറേ, മുറ്റത്ത് റീത്താമ്മ കൊച്ചമ്മയും ഡാനിയ മോളും വന്നിറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ, അവർ വരട്ടെ, ചേട്ടൻ്റെ പണി നോക്കുമെന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. ആൻ്റപ്പനാണെങ്കിൽ പേടിയോടെ വാതിൽ ചാരി പുറത്തേക്ക് പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം സ്റ്റാൻലിയുടെ റൂമിൻ്റെ വാതിലിൽ മുട്ട് കേൾക്കുന്നുണ്ട്. സ്റ്റാൻലി ആണെങ്കിൽ യെസ് കമിൻ എന്ന് പറഞ്ഞതും അകത്തേക്ക് രോഷത്തോടെ റീത്താമ്മയും ഡാനിയയും കടന്നു വരുന്നു. റൂമിലെ കാഴ്ച കണ്ട് റീത്താമ്മ മുഖം ചുളിക്കുന്നുണ്ട്. സോഫയിൽ സ്റ്റാൻലിയുടെ ചുറ്റും നായ്ക്കൾ ഇരിക്കുകയാണ്. ഡാനിയാണെങ്കിൽ ഗുഡ് ഈവനിങ് പപ്പ എന്ന് വിളിക്കുമ്പോൾ സ്റ്റാൻലി സ്നേഹത്തോടെ മറുപടി നൽകി അവരെ ഇരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. എന്നാൽ റീത്താമ്മയ്ക്ക് അത് സഹിക്കുന്നില്ല. ഈ പട്ടികളൊക്കെ നിരങ്ങി ഈ സോഫിലാണോ ഞങ്ങൾ ഇരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിന് റീത്താമ്മയെ ഇതൊക്കെ അന്തസ്സുള്ള പട്ടികളാണെന്ന് നല്ല മറുപടി തന്നെ സ്റ്റാൻലിയും കൊടുക്കുന്നു. നേരെ വിഷയത്തിലേക്ക് കടക്കുന്ന ശ്രീതാമ്മ ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി, നീ ഏതോ ഒരു വെപ്പാട്ടി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് റീതാമ്മ പറയുന്നതും അങ്ങനെ ആ വെപ്പാട്ടി എന്നുള്ള ഒരു പ്രയോഗം കേൾക്കുന്നതും സ്റ്റാൻലിയുടെ കണ്ണ് ചുവക്കുന്നുണ്ട്. സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് സ്റ്റാൻലി മുന്നറിയിപ്പ് നൽകുകയാണ്, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണന പോലും നോക്കാതെ ഞാൻ അടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് റീതാമ്മയ്ക്ക് വായടപ്പിക്കുന്ന മറുപടിയാണ് സ്റ്റാൻലി നൽകുന്നത്. അങ്ങനെ സ്റ്റാൻലിയുടെ ദേഷ്യം കണ്ട് റീതാമ്മ ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അന്തസ്സായിട്ട് ചോദിച്ചാൽ അന്തസ്സുള്ള മറുപടിയും തരാം. അവൾ ആരാണെന്നല്ലേ അറിയേണ്ടത്, എന്നാൽ കേട്ടോ, അവൾ എൻ്റെ മകളാണ്, ഈ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ എന്ന് പറയുന്നതും റീതാമ്മ പരിഹസിക്കുന്നുണ്ട്. എൽസമ്മ പ്രസവിച്ചത് 3 മക്കളെയാണെന്നും 4മതൊരു മകൾ എവിടുന്ന് വന്നെന്നും അവർ ചോദിക്കുന്നു. പട്ടാളക്കാരൻ്റെയും കൊട്ടാരമറ്റത്ത് തറവാട്ടിൻ്റെയും അന്തസ്സിനെ റീതാമ്മ ചോദ്യം ചെയ്യുമ്പോൾ സ്റ്റാൻലിക്ക് അത് അല്പം ക്ഷീണമാകുന്നുണ്ട്. തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന സ്റ്റാൻലി സത്യം തുറന്നു പറയാണ്, എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. അതിലുണ്ടായ മകളാണ് അലീന എന്നുള്ളൊരു സത്യം സ്റ്റാൻലി തുറന്നടിക്കുന്നു. എൽസമ്മയുടെ ജീവിതം തകർത്തതിന് റീതാമ്മയാണെങ്കിൽ സ്റ്റാൻലിയെ ശപിക്കുന്നുണ്ട്. തങ്ങൾക്ക് വേണ്ട പണം തന്ന് ഒതുക്കാമെന്ന് കരുതണ്ട എന്നും നാളെ എൽസമ്മയെയും കൂട്ടി വലിയൊരു കൂട്ടവുമായിട്ട് വരുമെന്ന് ഭീഷണിപ്പെടുത്തി റീതാമ്മ ഡാനിയെയും കൂട്ടി ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തു പോകുമ്പോൾ ഡാനിയോട് റീതാമ്മ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊരു പപ്പയുടെ മകളായി ജനിച്ചതാണ് നിന്റെ ശാപമെന്നും അവർ പറയുന്നു. പിന്നീട് റൂമിൽ നിന്നും ഇറങ്ങിയ റീതാമ്മ കാര്യസ്ഥൻ ആൻ്റപ്പനെ ഭീഷണിപ്പെടുത്തി അലീനയുടെ റൂം ചോദിച്ചറിയുന്നു. ആൻ്റപ്പനാണെങ്കിൽ പേടിയോടെ വിരൽ ചൂണ്ടി കാണിച്ച റൂമിലേക്ക് റീതാമ്മയും ഡാനിയെയും കയറി ചെല്ലാണ്. ഇതേസമയം അവിടെ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന അലീനയാണെങ്കിൽ അവരെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സ്റ്റാൻലിയുടെ ഇളയ മകൾ ഡാനിയെ കണ്ട്. കാരണം ഡാനിയുടെ അതേ മുഖച്ഛായ തന്നെയായിരുന്നു അലീനയ്ക്കും. റീതാമ്മയാണെങ്കിലും അലീനയെ അടിമുടി നോക്കി അന്തം വിട്ടു പോവാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് അവർ കണ്ട സ്റ്റാൻലിയുടെ അമ്മച്ചിയുടെ, അതായത് ചിന്നമ്മയുടെ അതേ രൂപം തന്നെയായിരുന്നു അലീനയ്ക്ക്. അതോടുകൂടി അവൾ സ്റ്റാൻലിയുടെ ചോര തന്നെയാണെന്ന് റീതാമ്മയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എങ്കിലും അഹങ്കാരം വിടാതെ റീതാമ്മ അലീനയെ ഭീഷണിപ്പെടുത്തുകയാണ്. സ്റ്റാൻലിയുടെ സ്വത്ത് മോഹിച്ചല്ലേടി നിൻ്റെ ഈ വരവ്, ഓർത്തു വെച്ചോ, 2 മാസം പോലും നീ ഇവിടെ തികക്കില്ല, നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കുമെന്ന് പറയുന്നു. അവർ പോയതിനു ശേഷം ഭയന്നു പോയ അലീന ആൻ്റിപ്പനോട് ചോദിക്കുമ്പോഴാണ് അത് തൻ്റെ സ്വന്തം അനുജത്തിയും ചിറ്റയുമാണെന്ന് അലീന തിരിച്ചറിയുന്നത്. അവരോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തതിൽ അനീല സങ്കടപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്റ്റാൻലിയുടെ അപ്പച്ചൻ ഔദക്കുട്ടി വരുന്നതാണ്. വലിയപ്പച്ചനെ കണ്ടതും അലീന ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഔദക്കുട്ടിക്കാണെങ്കിൽ അലീനയും ജീവനാണ്. കാരണം തൻ്റെ മരിച്ചുപോയ ഭാര്യ ചിന്നമ്മയുടെ അതേ രൂപം തന്നെയാണ് അലീനയ്ക്ക്. അലീനയാണെങ്കിൽ പകൽ നടന്ന കാര്യങ്ങളെല്ലാം ഔദക്കുട്ടിയോട് പറയുന്നു. എൽസമ്മയുടെ വീട്ടുകാർ അത്ര നല്ലവരല്ലെന്നും അവർ വലിയ പ്രശ്നക്കാരാണെന്നൊക്കെ ഔദക്കുട്ടി അലീനയോടും പറയുന്നുണ്ട്. തുടർന്ന് അവരെന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാലും എനിക്ക് സങ്കടമില്ല വല്യപ്പച്ച, എൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിപ്പോൾ നടന്നു. ഇനി ഞാൻ അനാഥാലയത്തിലേക്ക് തിരികെ പോകാനും തയ്യാറാണെന്നൊക്കെ വിഷമത്തോടു കൂടി തന്നെ അലീന പറയുന്നുണ്ട്. എന്നാൽ 23 വർഷം അനാഥയായി ജീവിച്ച് തൻ്റെ കൊച്ചുമകളെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും
സ്റ്റാൻലിക്ക് അലീനയെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും ഔദക്കുട്ടി അലീനയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും തൻ്റെ പപ്പയുടെ കുടുംബജീവിതം താൻ കാരണം തകരുമോ എന്നോർത്ത് അലീന രാത്രിയിൽ ഉറങ്ങാനാവാതെ വിഷമിക്കുന്നുണ്ട്. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ബംഗ്ലാവിലേക്ക് വലിയൊരു വണ്ടികളുടെ നിര തന്നെ വന്നെത്തുന്നുണ്ട്. 3 കാറുകൾ, 2 ജീപ്പുകൾ, ബൈക്കുകൾ. വണ്ടികളിൽ നിന്നും രാഷ്ട്രീയക്കാരും പള്ളിയിലെ അച്ഛനും ഗുണ്ടകളെ പോലെയുള്ള എൽസമ്മയുടെ സഹോദരന്മാരും ഇറങ്ങുന്നു. കൂടെ സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയും മക്കളായ ഡാനിയ, ടെൽസ, ടെസ എന്നിവരുമുണ്ട്. ഇത് കണ്ട ഔദക്കുട്ടി അലീനയുടെ റൂമിൽ തന്നെ ഇരിക്കാൻ ആവശ്യപ്പെട്ട് ഡൈനിങ് ഹാളിലേക്ക് പോകുന്നു. എല്ലാവരും അകത്തേക്ക് കയറി വരുമ്പോൾ അലീനയാണെങ്കിൽ ജനലിലൂടെ നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് അലീന തൻ്റെ പപ്പയുടെ ഭാര്യ എൽസമ്മയെ കാണാണ്. എൽസമ്മ അലീനയെ നോക്കുമ്പോൾ അവരുടെ മുഖത്ത് ദേഷ്യവും വെറുപ്പൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സ്റ്റാൻലിയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ സ്റ്റാൻലിയുടെ ഏറ്റവും ഇളയ മകളായ 17 വയസ്സുകാരി ടെസമോൾ ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ പ്രായത്തിനുള്ള അനുസരിച്ചുള്ള ബുദ്ധിവികാസം കുറവാണ്. അവൾ നിഷ്കളങ്കമായിട്ട് ചിരിച്ചുകൊണ്ട് അലീനയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി എൻ്റെ പപ്പയുടെ മകളാണോ? ഇത് കേട്ടതും അലീനയുടെ കണ്ണ് നിറയാണ്. അലീനയാണെങ്കിൽ ടെസമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട്, അതേ മോളെ, ഞാൻ നിൻ്റെ ചേച്ചിയാണ്. തുടർന്ന് അവൾ അനുജിത്തിയെ കെട്ടിപ്പിടിക്കുമ്പോൾ അവിടെ ഓടിയെത്തിയ റീതാമ്മയാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ടെസ്സിയെ ചീത്ത വിളിക്കുകയും അടിക്കാൻ ഓങ്ങുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്നും വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നു. ഈ ഒരു കാഴ്ച അലീനയെ വല്ലാതെ തന്നെ സങ്കടപ്പെടുത്തുന്നു. പിന്നീട് സ്റ്റാൻലിയുടെ റൂമിൽ വൻ ജനക്കൂട്ടം തന്നെയുണ്ട്. പള്ളിയിലെ അച്ഛനും MLAയും എൽസമ്മയുടെ സഹോദരന്മാരായ സ്റ്റീഫനും സേവിച്ചനും എല്ലാം സ്റ്റാൻലിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഫാദർ പറയുന്നുണ്ട്, മിസ്റ്റർ സ്റ്റാൻലി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ഭാര്യയെയും മക്കളെയും മാറ്റി നിർത്തി ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തതോടെ ഞാൻ മാറി താമസിക്കുന്നു. എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എന്ന് തന്നെ ഉരുളയ്ക്ക് എപ്പേരി പോലെ സ്റ്റാൻലിയെ മറുപടി കൊടുക്കുകയാണ്. തുടർന്ന് സ്റ്റാൻലി റൂമിൽ പോയി അലീനയെ എല്ലാവരുടെയും മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. ഇവൾ എൻ്റെ മകളാണ്, പേര് അലീന, വയസ്സ് 24 എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഔദ്യോഗികമായിട്ട് തന്നെ സ്റ്റാൻലി പ്രഖ്യാപിക്കുന്നു. തനിക്ക് വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന പ്രണയത്തിൽ ജനിച്ച മകളാണിതെന്നും DNA ടെസ്റ്റ് വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാമെന്നും സ്റ്റാൻലി വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ അലീനയെ മറ്റെവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചുകൂടെ എന്ന് പള്ളിയിലെ അച്ഛൻ ചോദിക്കുമ്പോൾ ഇവൾ എൻ്റെ കൂടെ ഇവിടെ മകളായിട്ട് ജീവിക്കും, അതിലാർക്കും നഷ്ടമുണ്ടായാലും എനിക്ക് പ്രശ്നമില്ല എന്ന് സ്റ്റാൻലി ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. അലീനയോട് മോശമായിട്ട് പെരുമാറിയാൽ വെറുതെ വിടില്ലെന്ന് താക്കീത് നൽകി സ്റ്റാൻലി അവളെ അകത്തേക്ക് അയക്കുന്നു. അങ്ങനെ അലീന പോയതിനു ശേഷം എൽസമ്മയുടെ സഹോദരൻ അച്ഛൻ കുഞ്ഞ് അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട്. നിന്റെ തീരുമാനം അതാണെങ്കിൽ നടക്കട്ടെ, പക്ഷേ നിന്റെ സ്വത്തിൻ്റെ 4 ഭാഗവും എൽസമ്മയുടെയും മക്കളുടെയും പേരിൽ ഇപ്പം തന്നെ എഴുതി വെക്കണം. കുപ്പയിൽ നിന്ന് വന്നവൾക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നെല്ലാം പറയുന്നത് കേട്ട് സ്റ്റാൻലി ഉറക്കെ പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, കൊള്ളാല നിങ്ങളുടെ ഉദ്ദേശം. എൻ്റെ സ്വത്ത് മുഴുവൻ അലീനയ്ക്ക് പോകുമോ എന്ന പേടിയാണ് നിങ്ങൾക്ക്. എന്നാൽ കേട്ടോ, എൻ്റെ സ്വത്ത് ഇപ്പം ഞാൻ ആർക്കും എഴുതി വെക്കാനായിട്ട് പോകുന്നില്ല. ആർക്ക് കൊടുക്കണമെന്ന് സമയമാകുമ്പോൾ ഞാൻ തീരുമാനിക്കും. ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവരുടെ നേരെ ആക്രോശിക്കുന്നുണ്ട്. തങ്ങളുടെ ഭാഗം ന്യായമാണെന്നും കുടുംബം പുലർത്തേണ്ടത് സ്റ്റാൻലിയുടെ കടമയാണെന്നും റീതാമ്മ വാദിക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻലി വഴങ്ങുന്നില്ല. ഒടുവിൽ ഇത് ഇവിടെ കൊണ്ട് തീരില്ല സ്റ്റാൻലി, ഇതിനൊരു അന്ത്യം കാണിച്ചിട്ട് ഞങ്ങൾ അടങ്ങൂ എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എൽസമ്മയുടെ സഹോദരന്മാരും കുടുംബവും അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. എന്തായാലും സ്റ്റാൻലിയുടെ ഭാര്യയുടെ സഹോദരന്മാർ ഇതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല. അലീനയെ പുറത്താക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. അപ്പോൾ വരാനിരിക്കുന്നത് അടിപൊളി എപ്പിസോഡുകളാണ്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്